ഹൈറേഞ്ചിന് ഇനി വർണ്ണവസന്തത്തിന്റെ ആഘോഷകാലം. 18ാമത് തേക്കടി പുഷ്പമേളയ്ക്ക് ആവേശകരമായ തുടക്കമായി. തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, കുമളി ഗ്രാമപഞ്ചായത്ത്, മണ്ണാറത്തറയിൽ ഗാർഡൻസ് എന്നിവർ സംയുക്തമായാണ് ഈ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. കുമളിക്ക് ഉത്സവരാവുകൾ സമ്മാനിച്ച 33 ദിവസം നീണ്ടു നിൽക്കുന്ന 18ാമത് തേക്കടി പുഷ്പമേള കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തുടക്കമായി. സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്ന വർണ്ണാഭമായ പുഷ്പാലങ്കാരങ്ങളും വൈവിധ്യമാർന്ന പ്രദർശനങ്ങളുമാണ് ഇത്തവണ മേളയുടെ പ്രധാന ആകർഷണം. പുഷ്പമേള ജനറൽ കൺവീനർ ടി തോമസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വിദഗ്ധരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാർഷിക ക്ലാസുകളും ചർച്ചകളും അതുപോലെ തന്നെ മുമ്പൊക്കെ കാർഷിക വിഭാഗങ്ങളുടെ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഗ്രാമീണ മേഖലയുടെ ഒരു പരിച്ഛേദമായി പലപ്പോഴും ഈ പരിപാടി മാറാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിക്കുന്ന ആ ഘട്ടത്തിലൊക്കെ ഇതിൽ വളരെ പ്രാധാന്യമുള്ള ചർച്ചകളും സിമ്പോസിയങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഇതോടൊപ്പം പ്രശസ്ത ചിത്രകാരനായ അബ്ദുൾ റസാഖ് രചിച്ച കുമളിയുടെ സ്ഥലനാമ ചരിത്രം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. ചടങ്ങിൽ കുമളിയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 33 ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേള മെയ് 3-ന് സമാപിക്കും. സിറ്റി വിഷൻ, കുമളി.